അതേയ്, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ ഞാനാരാ ചോദിച്ചാൽ എൻ്റെ പേര് ഗീത എന്നാണ്. ഒരു വീട്ടമ്മയാണ്. അപ്പോൾ പിന്നെ എല്ലാ കുടുംബത്തിനും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഇല്ലേ. അപ്പോൾ ഞാനും ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറേ കഥയൊക്കെ വായിക്കും, കുറച്ച് എഴുതും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തൃശ്ശൂരാണ് താമസം. ഞാനും ഹസ്ബൻഡും ഉണ്ട്. വീട്ടിൽ 2 കുട്ടികളും US-ലാണ്. അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഇതിൻ്റെ നാട്ടിലെ വീട്, അച്ഛനും അമ്മയും ഇവിടെ താമസം. ഈ മയിലില്ലേ, ഈ മയിലും അച്ഛനും കൂടിയിട്ട് ഈ ഒരു മയിലല്ല കേട്ടോ, കുറേ മയിലുണ്ട് എൻ്റെ വീട്ടിൽ. അച്ഛൻ ഒരു റിട്ടയേർഡ് പ്രൊഫസറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന് ശരിക്ക് കൃഷിക്കാരനാണ്. അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടം കൃഷി ചെയ്യാനാണ്. ഈ മയിലുകളുടെ വിശേഷമൊക്കെ പറയും. അച്ഛൻ ഉണ്ടാക്കണം മത്തങ്ങയൊക്കെ മയിൽ തിന്നു. ഒരു ദിവസം ഭയങ്കര സങ്കടം, കാരണം മയിലിൻ്റെ 3 കുട്ടികളെ കയ്യാലയിലുണ്ടായിരുന്നു അത്രേ. ആ 3 കുട്ടികളെ കീരി പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ മതിലില്ലേ, അവിടെയൊക്കെ മയിലും 2 പേരിങ്ങനെ കരഞ്ഞ് നടക്കേണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വന്നതാ. അപ്പോൾ ഈ മതിലിലൊക്കെ ഇരുന്ന് പാടത്തൊക്കെ നോക്കിയിരിക്കുക. ആ പാടത്ത് കൂടെ പണ്ട് സ്കൂളിൽ പോയിരുന്നു. ഒരുപാട് കണ്ടു. കണിക്കൊന്നുണ്ടായിട്ടുണ്ട് വീട്ടിൽ. കണിക്കൊന്നയൊക്കെ പൂത്തിക്കുണ്ട്, കുറേ മുല്ലപ്പൂവുണ്ട്. ഞങ്ങളതൊക്കെ പൊട്ടിച്ചു. എൻ്റെ അനിയൻ്റെ മക്കൾ 2 അവരാണ് ഗീത വല്യമ്മയ്ക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത്. ഇത് എത്ര തുടരുന്നൊന്നും അറിയില്ല, എനിക്ക് അത്ര ഇതൊന്നും അറിയില്ല. പിന്നെന്താ, ഇത് കുളം പണ്ടൊക്കെ എവിടെയായിരുന്നു കുളിച്ചിരുന്നു. ഇപ്പം വെള്ളം കുറച്ച് താഴെയാണ്, എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കുളിക്കും. ഇവിടെ ചുറ്റും വീടുണ്ടായിരുന്ന എല്ലാ വീടും ഇപ്പം ഇല്ല. ഒക്കെ സ്ഥലത്ത് ബിൽഡിങ്ങുകളായി. ഞങ്ങളുടെ വീട് മാത്രം. ഇത് അമ്മാട്ടാ. അമ്മ അതെ ഒരു ടീച്ചറായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഭക്തിയാണ്. ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. 2 ദിവസമായി മാല വാടിയില്ല, ഗുരുവായൂരിന്ന് വാങ്ങിയത് എന്നൊക്കെ പറയും. എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് ആയിരുന്നേ. പിന്നെ ഇത് മഴ പെയ്യുമ്പോൾ ഈ കൃഷ്ണവിഹാറിലിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പണ്ട് അമ്മമ്മയുടെ ഒപ്പം കരിമ്പടത്തിൽ ഇങ്ങനെ മൂടി പതിച്ച് കിടന്നിരുന്നതും അമ്മമ്മയുടെ കഥ കേട്ടിരുന്നതൊക്കെ ഓർമ്മ വരും. ഇപ്പം അത്ര സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്ക് എല്ലാവരും കൂടും, അത്ര തന്നെ. അമ്മമ്മയുടെ കാര്യം പറഞ്ഞാൽ അപ്പം സങ്കടമാവും. ഞാൻ ഇങ്ങനെ ഓരോന്ന് എഴുതി തുടങ്ങിയത് തന്നെ അമ്മമ്മയുടെ ഓർമ്മകളിൽ കൂടിയാണ് കേട്ടോ. ഈ നാട്ടിലുള്ളവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മയുടെ ഫോട്ടോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെന്താ പറയണ്ടേ, എല്ലാവരും കൂടുമ്പോൾ നല്ല തമാശകളും ചിരിയും കളിയും. ഈ ചിരിയൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും, ഇതെന്തൊരു സ്നേഹമുള്ള കുടുംബം, എന്താ ഓരോരുത്തരും മുതലെന്നറിയാം, തല്ലൂടെയൊക്കെ കാണണമൊക്കെ കൂടി. അങ്ങനെ പോണു. ഇതാണ് നമ്മളുടെ ഹസ്ബൻഡ്. നമ്മളുടെ അല്ല, എൻ്റെ ഹസ്ബൻഡ്. പിന്നെന്തൊക്കെ വിശേഷം? ഇങ്ങനെ കുറച്ച് ചിരിച്ചും വർത്താനം പറഞ്ഞു ഇരിക്കാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇത് ആദ്യത്തെ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ തുടർന്നും കാണും. അറിയില്ല, എനിക്ക് ഒറ്റയ്ക്കൊന്നും യൂട്യൂബിലെ